ആലപ്പുഴയിൽ ജി സുധാകരൻ CPM പോരുമുറുകുകയാണ്. അമ്പലപ്പുഴ തോട്ടപ്പള്ളിയിൽ സുധാകരന്റെ പ്രസംഗം CPM പ്രവർത്തകർ തടസ്സപ്പെടുത്തി. പാടശേഖര സമിതിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് CPM പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രസംഗം പൂർത്തിയാക്കാതെ ജി സുധാകരൻ മടങ്ങി. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, എന്തിനാണ് പ്രസംഗം തടസ്സപ്പെടുത്തിയത്? മാധുവിന് തോട്ടപ്പള്ളി ആനന്ദേശ്വരം പാടശേഖരത്തിന്റെ കൽക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയതായിരുന്നു. അവിടെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് ജി സുധാകരൻ എത്തിയത്. ഉദ്ഘാടന പ്രസംഗം തുടങ്ങി 10 മിനിറ്റിന് ശേഷം ജി സുധാകരൻ CPM നേതാക്കൾ, അതായത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി R നാസർ അടക്കമുള്ള നേതാക്കൾക്കെതിരെ വിമർശന ശരം ഉന്നയിച്ചു. അപ്പോഴാണ് അവിടെ സദസ്സ് വേദിയിൽ ഉണ്ടായിരുന്ന CPMന്റെ ചില ആളുകൾ ജി സുധാകരനോട് ആവശ്യപ്പെട്ട് അത്തരം പ്രസംഗങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. ജി സുധാകരനും അവിടെയുള്ള CPM പ്രവർത്തകരും തമ്മിൽ ചെറിയ തർക്കമായി അവസാനം ജി സുധാകരന് പ്രസംഗം പൂർത്തിയാക്കാതെ ആ വേദി വിട്ട്, അതായത് ഉദ്ഘാടന പ്രസംഗം പൂർത്തിയാക്കാതെ ജി സുധാകരൻ അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി R നാസർ തന്നെ പറഞ്ഞിരുന്നു, CPMന്റെ നേതാക്കളെ ഇങ്ങനെ ഈ രീതിയിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ പൊതുജനങ്ങൾ ജി സുധാകരനെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുക. അതിന് മറുപടിയായി ജി സുധാകരൻ ഇന്നലെ പറഞ്ഞത്, ആ രീതിയിൽ ആരെങ്കിലും തന്നെ തന്റെ നേർക്ക് കൈ ചൂണ്ടിയാൽ അതിന്റെ ഉത്തരവാദി, അതിൽ അങ്ങനെയൊരു കേസ് ഉണ്ടായാൽ അതിൽ ഒന്നാം പ്രതിയാകുക CPMന്റെ ജില്ലാ സെക്രട്ടറി R നാസർ ആകുമെന്നാണ്. ഇത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് തുടർച്ചയായി ജി സുധാകരൻ 6ാമത്തെ തവണയാണ് CPM നേതാക്കളുമായി നേരിട്ട് ഒരു പോർവിളിയിലേക്ക് എത്തുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ആദ്യം വിമർശനം ഉണ്ടായി. വണ്ടാനം മെഡിക്കൽ കോളേജിൽ CPM നേതാക്കളെ നിഴൽ നിർത്തി അവിടെ അഴിമതി ആരോപണം ഉണ്ടായി. പിന്നീട് വണ്ടാനത്തെ അമ്പലപ്പുഴയിലെ നീർക്കുന്ന സ്കൂളിൽ അവിടെ മണൽ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളുമായി നേരിട്ട് ഉന്തും തള്ളും അടിപിടിയുമായി. കഴിഞ്ഞ ദിവസമാണ് അതിനുശേഷം വീണ്ടും പൊതിച്ചോറ് വിവാദം, DYFയുടെ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നത്. അങ്ങനെ 2 ആഴ്ചക്കിടെ CPM നേതാക്കളുമായി നേരിട്ടുള്ള യുദ്ധത്തിനാണ്. അടുത്ത ദിവസങ്ങളിലടക്കം ജി സുധാകരന്റെ പരിപാടികൾ, ജി സുധാകരൻ കക്ഷി രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് CPM നേതാക്കൾക്കെതിരായ വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ, അത് പൊതുപരിപാടിയിൽ അത്തരം CPM നേതാക്കൾക്കെതിരായ വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ ആ പ്രസംഗം തടയാനുള്ള തീരുമാനമെടുത്തിട്ടുള്ള സൂചനകളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ CPM നേതാക്കൾ എത്തുന്നതെന്ന വിവരം. എന്താണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ജി സുധാകരൻ മറ്റൊരു പരിപാടിയുണ്ട്. അതിലും ജി സുധാകരൻ രാഷ്ട്രീയം പറയുകയാണ്. അതിൽ CPM നേതാക്കൾക്കെതിരായ വിമർശനം ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും തടയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. പാടശേഖര സമിതിയുടെ പരിപാടിയാണ്, പൊതുപരിപാടിയാണ്. അവിടെ വേദിയിൽ CPM പ്രവർത്തകർ അടക്കം ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് R നാസറിന്റെ എതിരെ അടക്കം വലിയ തോതിൽ വിമർശനം ഉണ്ടായത്. തുടർന്ന് എതിർപ്പ് അറിയിക്കുകയും ജി സുധാകരൻ പ്രസംഗം പൂർത്തിയാക്കാതെ മടങ്ങുകയുമാണ് ചെയ്തത്.